Good afternoon, all of you. Today we are going to discuss another important gland, that is adrenal gland. Actually, this adrenal gland, it is in one pair. That is, our body has one pair of adrenal glands, one at the anterior part of each kidney. അപ്പോൾ നമ്മുടെ ബോഡിയിൽ adrenal glands രണ്ടെണ്ണമാണ്, പെയർ ആയിട്ടാണുള്ളത്. That is, each of these adrenal glands are located at the anterior, അതായത് കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് adrenal gland. One at anterior part of each kidney. The gland is composed of two types of tissue. This adrenal gland in two type of tissues ഉണ്ട്. Centrally located tissue is called adrenal medulla, and those tissue which is present, that is lie outside, അതായത് adrenal gland ന്റെ പുറത്ത് കാണുന്ന tissues ആണ് adrenal cortex, outer layer, inner layer ആണ് adrenal medulla. Whenever this adrenal gland it secretes certain hormones. Okay, ഈ hormone secretion കുറഞ്ഞു കഴിഞ്ഞാൽ the under production of hormones by adrenal cortex, അതായത് adrenal glandന്റെ adrenal cortex ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കുറവ് വന്നാൽ when there is an under production of these hormones by the adrenal cortex, it may affect carbohydrate metabolism, അതായത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് എഫക്ട് ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് the patient experience acute weakness, fatigue, leading to a disease called Addison's disease. അപ്പോൾ ഈ ഹോർമോൺ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ എഫക്ട് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിന് എഫക്ട് ചെയ്യും. പേഷ്യന്റിന് വളരെ ക്ഷീണവും വീക്ക്നെസ്സും ഡെവലപ്ഡ് ആവും. ദാറ്റ് ഈസ് കോൾഡ് Addison's disease. Now, coming to the two important tissues of adrenal gland. First is adrenal medulla. ഓക്കെ, അപ്പം നമ്മൾ adrenal cortexലുള്ള ഹോർമോണിന്റെ കുറവുകൊണ്ടാണ് Addison's disease വരാന്ന് പറഞ്ഞു. So next we can discuss adrenal medulla, that is located inner side. അപ്പോൾ ഇതാണ് adrenal glandന്റെ ഒരു സെക്ഷൻ ആണ്. outer layer adrenal cortex, inner layer adrenal medulla. Adrenal medulla secretes two hormones. രണ്ട് ഹോർമോൺസിന്റെ പേരാണ് adrenaline and noradrenaline. adrenaline or epinephrine എന്ന് പറയും. noradrenaline or norepinephrine. So these hormones are commonly called as catecholamines. What do you mean by catecholamines? അപ്പോൾ ഈ രണ്ട് ഹോർമോൺസിന് പറയുന്നതാണ് catecholamines. Both adrenaline and noradrenaline hormones, these are rapidly secreted in response to stress of any kind. അപ്പോൾ ഇത് ബോഡിയിൽ പെട്ടെന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും നമ്മളെ ബോഡി എന്തെങ്കിലും ഒരു സ്ട്രെസ് എക്സ്പീരിയൻസ് ആയാൽ ഈ ഹോർമോൺ സെക്രീറ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ, അമിതമായി ദേഷ്യം പിടിച്ചാൽ, അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം വന്നിട്ട് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ആനിമൽസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിച്ചിട്ട് നമ്മൾ ഓടുകയൊക്കെ ചെയ്യില്ലേ, ആ സമയങ്ങളിലാണ് ദിസ് ഹോർമോൺസ് ആർ സെക്രീറ്റഡ്. സോ ദ ഹോർമോൺസ് adrenaline and noradrenaline are rapidly secreted in response to stress of any kind and during emergency situation. ഇപ്പോൾ ഒരു വഴിയിലൊരു പട്ടീനെ കണ്ടു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചോടും. അപ്പം ഈ സമയത്ത് ഓടും അല്ലേ? അപ്പം ആ സമയത്ത് നമ്മളെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ദിസ് adrenaline and noradrenaline. They are called emergency hormones or hormones of fight or flight. Now, these hormones increase alertness. അലേർട്ട് ആയിട്ടിരിക്കും നമ്മൾ, അതായത് നമുക്ക് ജാഗ്രത കൂടും. പ്യൂപ്പിലറി ഡയലേഷൻ, നമ്മുടെ ഐസിന്റെ പ്യൂപ്പിൾ ഡയലേറ്റഡ് ആവും, അതായത് വികസിച്ചിരിക്കും. പൈലോ ഇറക്ഷൻ, അതായത് നമ്മുടെ കൈകളിലും കാലുകളിലുള്ള സ്മോൾ ഹെയർസ് ഇല്ലേ, അത് ഇറക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനോ പേടി എന്തെങ്കിലും അനുഭവപ്പെട്ട നമ്മളെ കയ്യിലുള്ള രോമൊക്കെ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. സ്വെറ്റിങ്, അതുപോലെ തന്നെ വിയർക്കും.
ടെൻഷൻ വന്നാൽ നമ്മൾ വിയർക്കില്ലേ, പേടി വന്നാലൊക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഹോർമോൺസ്. ഈ ഹോർമോൺസ് ആണ് ഇതിനെല്ലാം കാരണം. ബോത്ത് ദ ഹോർമോൺസ് ഇൻക്രീസ് ദ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. സ്ട്രെങ്ത് ഓഫ് ഹാർട്ട് കൺട്രാക്ഷൻ, അതേപോലെ തന്നെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഓൾസോ ഇൻക്രീസസ്. ദെൻ കാറ്റക്കോളമൈൻസ് സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഈ കാറ്റക്കോളമൈൻസ് they have important role in carbohydrate breakdown or glycogen breakdown in our body, resulting in adrenal gland. Our body has one pair of adrenal gland. അപ്പോൾ ഇത്തരം ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് കാറ്റക്കോളമൈൻസിന്. അപ്പോൾ നമ്മൾ ബോഡിയിൽ അഡ്രീനൽ ഗ്ലാൻഡ് 1 പെയർ ആയിട്ടാണുള്ളത്. ഓരോ കിഡ്നിയുടെ മുകളിലും കാണുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. സോ അപ്പോൾ 2 കിഡ്നി ഉണ്ടല്ലോ, അപ്പോൾ 2 കിഡ്നിയുടെ മുകളിലായിട്ട് we can see a pair of adrenal glands. Now the gland is composed of 2 types of tissue that we have already discussed. Centrally located tissue called adrenal medulla and outside lie adrenal cortex. Ini an increased concentration of glucose in the blood. In addition they also stimulate. Okay, അപ്പോൾ ഈ adrenal cortex ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. കാരണം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കോസ് ചെയ്യുമ്പോൾ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ദേ ഓൾസോ സ്റ്റിമുലേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ബോത്ത് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് അഡ്രീനൽ മെഡുല്ലേനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അഡ്രീനൽ കോർട്ടെക്സ്. അതായത് അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഔട്ടർ ലെയർ ആണ് അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞു. ഇന്നർ ലെയർ ആണ് അഡ്രീനൽ മെഡുല്ല. അഡ്രീനൽ മെഡുല്ലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ, വിച്ച് ആർ ഇൻവോൾവ് ഇൻ ഫൈറ്റ്, ഫ്ലൈറ്റ്, സ്ട്രെസ് എക്സെട്ര. ഇനി അഡ്രീനൽ കോർട്ടെക്സ് ഔട്ടർ ലെയറിലുള്ള സെൽസ് ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ്. അപ്പൊ 3 ടൈപ്സ് ഓഫ് സെൽസ് വരുന്നുണ്ട്. സോണ റെട്ടിക്കുലാരിസ്, സോണ ഫാസിക്കുലേറ്റ ആൻഡ് സോണ ഗ്ലോമറുലോസ. അതായത് സോണ റെട്ടിക്കുലാരിസ് എന്ന് പറയുന്നത് ഇന്നർ ലെയർ ആണ്. സോണ ഫാസിക്കുലേറ്റ എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആൻഡ് ഗ്ലോമറുലോസ ഇറ്റ് ഈസ് ഔട്ടർ ലെയർ. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്രിനൽ കോർട്ടെക്സും ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. പക്ഷെ ഏതൊക്കെ ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ദ ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദ അഡ്രിനൽ കോർട്ടെക്സ് ആർ കോൾഡ് corticoids. So these corticoids are involved in carbohydrate metabolism. So they are also called glucocorticoids. കാരണം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോർട്ടിക്കോയിഡ്സ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസുമായി ബന്ധം. Then in our body the cortisol it is main glucocorticoid. അപ്പോൾ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് cortisol. Then the corticoids which regulate the balance of water and electrolyte. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ പങ്കെടുക്കുന്ന കോർട്ടിക്കോയിഡ്സ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോർട്ടിസോൾ. ഇനി വേറെ ഫംഗ്ഷൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് പുറമെ. they also regulate the balance of water and electrolyte in our body. നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അനദർ ടൈപ്പ് ഓഫ് കോർട്ടിക്കോയിഡ്സ്. എക്സാമ്പിൾ മിനറാലോകോർട്ടിക്കോയിഡ്സ്. മിനറാലോകോർട്ടിക്കോയിഡ്സിൽ ഇമ്പോർട്ടന്റ് ആണ് ആൽഡോസ്റ്റിറോൺ. ദാറ്റ് ഈസ് ദ മെയിൻ മിനറാലോകോർട്ടിക്കോയിഡ് ഇൻ അവർ ബോഡി. കമ്മിങ് ടു ദ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ, lipolysis, lipid breakdown, and proteolysis, protein breakdown, and inhibit cellular uptake and utilization of amino acids. അതുപോലെ തന്നെ അമിനോ ആസിഡ്സിന്റെ അപ്ടേക്കും യൂട്ടിലൈസേഷനും ഇൻഹിബിറ്റ് ചെയ്യും. പകരം പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുക. പ്രോട്ടീനിലാണല്ലോ അമിനോ ആസിഡ് ഉള്ളത്. അപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ അമിനോ ആസിഡ് റിലീസ് ചെയ്യുക. സോ ഇറ്റ് ഇൻഹിബിറ്റ് ദ അപ്ടേക്ക്, ഓൺലി റിലീസിങ്. ഓക്കെ. ദെൻ കോർട്ടിസോൾ. അപ്പൊ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ് കോർട്ടിസോൾ. ആൻഡ് ദിസ് കോർട്ടിസോൾ ആർ ഇൻവോൾവ് ഇൻ മെയിൻറ്റെയിനിങ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആസ് വെൽ ആസ് കിഡ്നി ഫംഗ്ഷൻ.
ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഫംഗ്ഷനിങ്ങിനും കിഡ്നി സംബന്ധമായിട്ടുള്ള ഫംഗ്ഷനും ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നതാണ് കോർട്ടിസോൾ. Glucocorticoids, particularly cortisol, produce anti-inflammatory reactions and suppress the immune system. അപ്പോൾ ഈ കോർട്ടിസോളിന് വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ബോഡിയിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യും, സപ്രസ് ചെയ്യും, കുറയ്ക്കും. ആൻഡ് ഓൾസോ ആന്റി ഇൻഫ്ലമേറ്ററി. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും മുറിവ് വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ റെഡ്നെസ്സും സ്വെല്ലിംഗ് ഒക്കെ വരും. അതാണ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും this cortisol, and it stimulates RBC production. ഇനി അടുത്തത് പറയാനുള്ളത് ആൽഡോസ്റ്റിറോണിനെ പറ്റിയിട്ടാണ്. ആൽഡോസ്റ്റിറോൺ comes under mineralocorticoids. Glucocorticoids അല്ല, mineralocorticoids ആണ് ആൽഡോസ്റ്റിറോൺ. They mainly helps in maintaining electrolyte and water balance. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് they act mainly at the renal tubules of the kidney. വാട്ടറും ഇലക്ട്രോലൈറ്റും ബാലൻസ് ചെയ്യണമെങ്കിൽ കിഡ്നിയുമായിട്ട് ഫംഗ്ഷനിങ് വേണം. സോ ഇറ്റ് മെയിൻലി ആക്ട് ഓൺ ദ റീനൽ ട്യൂബ്യൂൾസ് ഓഫ് ദ കിഡ്നി ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് ബോത്ത് സോഡിയം ആൻഡ് വാട്ടർ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ്. സോ ദിസ് ആർ ദ ഇമ്പോർട്ടന്റ് റോൾ ഓഫ് ആൽഡോസ്റ്റിറോൺ ഇൻ മെയിൻറ്റെയിനിങ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. സോഡിയവും വാട്ടറും അബ്സോർബ് ചെയ്യും, റീഅബ്സോർബ് ചെയ്യും. പിന്നെ പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്സ് എക്സ്ക്രീറ്റ് ചെയ്യും. Thus it maintain the water and electrolyte balance. Then aldosterone helps in maintenance of electrolytes. അതായത് പറഞ്ഞല്ലോ ഇലക്ട്രോലൈറ്റും വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ they absorbing the sodium and release excreting potassium. Thus it maintains the electrolytes, body fluid volume, osmotic pressure and blood pressure. ഇപ്പോൾ ആൽഡോസ്റ്റിറോണില് മെയിൻ ഫങ്ഷൻസ് ആണ് ഇലക്ട്രോലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, ബോഡിയിലുള്ള ഫ്ലൂയിഡിന്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യും, ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും ആൽഡോസ്റ്റിറോൺ. അതുപോലെ തന്നെ ഈ അഡ്രീനൽ കോർട്ടെക്സ് ഞാൻ പറഞ്ഞു, അഡ്രീനൽ കോർട്ടെക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, മിനറാലോകോർട്ടിക്കോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ വേറെ കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സും സെക്രീറ്റ് ചെയ്യും അഡ്രീനൽ കോർട്ടെക്സ്. സോ ഇൻ അഡീഷൻ ടു ദിസ് മിനറാലോകോർട്ടിക്കോയിഡ്സ് ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, adrenal cortex also secretes androgenic steroids. അത് മെയിൽസിലാണ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് സെക്രീറ്റ് ചെയ്യുന്നത് മെയിൻലി ബോയ്സിലാണ്. വിച്ച് പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ആക്സിയൽ ഹെയർ, അതായത് കക്ഷഭാഗത്തുള്ള ഹെയർ ഗ്രോത്ത് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പ്യൂബിക് ഹെയർ, അതായത് റീപ്രൊഡക്റ്റീവ് പാർട്ടിലുള്ള ഹെയർ ഗ്രോത്ത്. ദെൻ ഫേഷ്യൽ ഹെയർ, ഇപ്പൊ മുഖത്ത് വരുന്ന ഹെയർ, താടി, മീശ, ഇതൊക്കെ ഡ്യൂറിങ് പ്യൂബർട്ടി സ്റ്റേജിൽ ഇതിന്റെ എല്ലാം ഡെവലപ്മെന്റിന് ആര് ഹെൽപ്പ് ചെയ്യും? ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് വിച്ച് ആർ സെക്രീറ്റഡ് ബൈ അഡ്രീനൽ കോർട്ടെക്സ്. സോ ദിസ് ആർ ദ 3 important ഹോർമോൺസ്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറാലോകോർട്ടിക്കോയിഡ്സ്, ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് അതിൽ ഇമ്പോർട്ടന്റ് ആണ് കോർട്ടിസോൾ, helps in carbohydrate metabolism. Mineralocorticoids helps in mineral, അതായത് വാട്ടറിന്റെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. Androgenic steroids helps in the they have play important role in the growth of axial hair, pubic hair and facial hair during puberty. So that's all about adrenal gland. അപ്പോൾ ഇതിൽ ഓൾറെഡി അഡ്രീനൽ കോർട്ടെക്സിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് സംടൈംസ് ഇറ്റ് മേ എഫക്ട് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. കാരണം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് ഇമ്പോർട്ടന്റ് റോൾ എന്താണ്? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിലാണ്. അപ്പോൾ ഈ ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി, അതായത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എഫക്ട് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം കോസിംഗ് അഡിസൺസ് ഡിസീസ്. അതുപോലെ തന്നെ മിനറാലോകോർട്ടിക്കോയിഡ്സ്, അതായത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ കാര്യം പറഞ്ഞു. മിനറാലോകോർട്ടിക്കോയിഡ്സ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അപ്പോൾ അതും ഫങ്ഷനിങ് അല്ലെങ്കിൽ ഇറ്റ് മേ എഫക്ട്സ് ദ കിഡ്നി ഫങ്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് adrenal gland.
അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിന്റെ ഹോർമോൺസ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനറാലോകോർട്ടിക്കോയിഡ്, ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ്. അഡ്രിനൽ മെഡുല്ലയിൽ വരുന്ന ഹോർമോൺസ് ആണ്